ബംഗാളി നടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ എടുത്ത കേസ് SITക്ക് കൈമാറി. എറണാകുളം നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് SITക്ക് കൈമാറിയത്. നടിയുടെ വിശദമായ മൊഴി SIT രേഖപ്പെടുത്തും. വിവരങ്ങളുമായി ബിനിൽ ചേരുന്നു. ബിനിൽ, നമസ്കാരം. ഇത് വിശദമായ അന്വേഷണത്തിന്റെ ഭാഗമായി മൊഴിയെടുക്കലും ഈ നടിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കവും ഒക്കെ ഉണ്ടാവുമോ? നടി ഉടനൊന്നും കേരളത്തിലേക്ക് എത്തില്ല. അതുകൊണ്ട് സ്വാഭാവികമായും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊൽക്കത്തയിലെത്തി അവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തേണ്ടി വരും. അതോടൊപ്പം തന്നെ ഓൺലൈനായി മൊഴി രേഖപ്പെടുത്തുന്നതിൻ്റെ നിയമസാധ്യതയും SIT പരിശോധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ പരാതിപ്പെട്ട നടിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതെങ്ങനെ വേണം എന്നത് ആലോചിച്ചു വരികയാണ്. കാരണം ഈ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അതുകൊണ്ട് തന്നെ ആ ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് തന്നെ, അതായത് എറണാകുളം CJM കോടതിയിൽ നിന്ന് തന്നെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമങ്ങളും പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇന്ന് ആണ് ഈ SITക്ക് ഈ കേസ് കൈമാറിക്കൊണ്ട് തീരുമാനം വരുന്നത്. അപ്പോൾ തന്നെ എറണാകുളം നോർത്ത് പോലീസ് അവരുടെ FIRഉം ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങളും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥനായിരിക്കും ഇനി തുടർന്ന് ഈ കേസിൽ നടപടിയെടുക്കുക. 4 IPS ഉദ്യോഗസ്ഥർ, വനിതാ IPS ഉദ്യോഗസ്ഥരാണുള്ളത്. അവരായിരിക്കും പ്രധാനമായും ഇത്തരത്തിൽ നടികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ വിശദമായി മൊഴി രേഖപ്പെടുത്തുക എന്നതാണ് ഇന്നലെ SIT തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ബംഗാളി നടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്താൻ സ്വാഭാവികമായും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊൽക്കത്തയിലേക്ക് പോകേണ്ടി വരും. അതോടൊപ്പം തന്നെ അവരുടെ രഹസ്യമൊഴിയും എടുക്കും. അതിനുശേഷമാണ് അവർ ഈ പരാതിയിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട സാക്ഷികൾ, അതായത് ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫ് അടക്കമുള്ളവരുടെയും മൊഴി രേഖപ്പെടുത്തേണ്ടി വരും. കാരണം ഈ സംഭവം നടന്ന തൊട്ടടുത്ത ദിവസം തന്നെ തനിക്കുണ്ടായ ദുരനുഭവം ബംഗാളി നടി ജോഷി ജോസഫുമായി പങ്കുവച്ചിരുന്നു. അക്കാര്യം അവർ പരാതിയിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തിരിച്ച് അവർക്ക് കൊൽക്കത്തയിലേക്ക് പോകാനുള്ള വിമാന ടിക്കറ്റ് അടക്കം ഏർപ്പാടാക്കി നൽകിയത് ജോഷി ജോസഫാണെന്നും അവർ ഈ പരാതിയിൽ പറയുന്നുണ്ട്. ആ കാര്യങ്ങളിലെല്ലാം തന്നെ വിശദമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുകയും ചെയ്യും.